ഓം നമോ നാരായണായ. പൗലസ്ത്യതനയനായ രാവണ രാജാവാണ് താനെന്നും 3 ലോകത്തിലും രാവണനെ അറിയാത്തതായി ആരുമില്ലെന്നും സീതാദേവി തൻ്റെ കൂടെ പോരണമെന്നും രാവണൻ സീതാദേവിയുടെ കിങ്കരനായി മാറിയെന്നും പറയുന്നു. പ്രലോഭനം കൊണ്ട് സീതാദേവിയെ വശത്താക്കാൻ രാവണൻ ശ്രമിക്കുന്നു. പെൺസിംഹത്തെ മുയൽ തൊടാൻ പോലും ധൈര്യപ്പെടില്ലെന്നും രാവണൻ സീതാദേവിയെ തൊടുന്നതു അതുപോലെയാണെന്നും ശ്രീരാമനും ശ്രീലക്ഷ്മണനും അടുത്തുണ്ടെന്നുള്ള ചിന്തയിൽ സീതാദേവി പറയുന്നു. ക്രോധം അങ്ങേയറ്റം മൂർച്ഛിതമായ അവസ്ഥയിലെത്തിയ രാവണൻ തൻ്റെ യഥാർത്ഥ രൂപം നേരെ കാട്ടി. അപ്പോൾ വനദേവതമാർ ഭയപ്പെട്ടുപോയി. എങ്കിലോ കേട്ടാലും നീ മംഗലാശീലേ ബാലേ പങ്കജാവിലോചനെ പഞ്ചബാണാദിവാസേ. പൗലസ്ത്യതനയനാം രാക്ഷസരാജാവു ഞാൻ ത്രൈലോക്യത്തിങ്കലെന്നെ യാരറിയാതെയുള്ളൂ. നിർമ്മലേ കാമപരിതപ്തനായി ചമഞ്ഞു ഞാൻ നിന്മൂലമതിന്നു നീ പോരണം മയാസാകം. ലങ്കയാം രാജ്യം വാനോർ നാട്ടിലും മനോഹരം കിങ്കരനായി തവ ലോകസുന്ദരി നാദേ. താപസ വേഷം പൂണ്ട രാമനാലെന്തു ബലം താപമുൾക്കൊണ്ടു കാട്ടിലിങ്ങനെ വസിക്കേണ്ട. ശരണാഗതനായോരെന്നെ നീ ഭജിച്ചാലും അരുണാധരി മഹാഭോഗങ്ങൾ ഭുജിച്ചാലും. രാവണവാക്യമേവം കേട്ടതീ ഭയത്തോടും ഭാവവൈവർണ്യം പൂണ്ടു ജാനകി ചൊന്നാൾ മന്ദം. കേവലമടുത്തിതു മരണം നിനക്കിപ്പോൾ ഏവം നീ ചൊല്ലുന്നാകിൽ ശ്രീരാമദേവൻ തന്നാൽ. സോദരനോടും കൂടി വേഗത്തിൽ വരും ഇപ്പോൾ മേദിനീപതി മമ്മ ഭർത്ത ശ്രീരാമചന്ദ്രൻ. തൊട്ടുകൂടുമോ ഹരിപത്നിയെ ശാസത്തിനു കഷ്ടമായുള്ള വാക്കു ചൊല്ലാതെ ദുരാത്മാവേ. രാമബാണങ്ങൾ കൊണ്ട് മാറിടം പിളർന്നു നീ ഭൂമിയിൽ വീഴാനുള്ള കാരണമിതുനൂനം. ഇങ്ങനെ സീതാവാക്യം കേട്ടു രാവണനേറ്റം തിങ്ങിടും ക്രോധം പൂണ്ടു മൂർച്ഛിതനായ നേരം. തന്നുടെ രൂപം നേരെ കാട്ടിനാൻ മഹാഗിരി സന്നിഭം ദശാനനം വിംശതി മഹാഭുജം. അഞ്ജന ശൈലാകാരം കാണായ നേരം ഉള്ളിൽ അഞ്ജസ ഭയപ്പെട്ടു വനദേവതമാരും.